പ്രമീളയുടെ വീട്ടിലെത്തുന്ന അർച്ചന സജിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുക്കുന്നു. രേവതിക്ക് അർച്ചനയോടുള്ള പെരുമാറ്റത്തിൽ വന്ന മാറ്റം അമ്പിളിയെ അത്ഭുതപ്പെടുത്തുന്നു. എന്ത് ബോധ്യവൻ? ഞാനിത്ര മണ്ടിയൊന്നുമല്ല. 4-5 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ നിങ്ങളുടെ കയ്യിലെത്തിച്ചു. നിരഞ്ജനയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കണ്ടെത്തിയെന്ന് ഫൈസി. സത്യമാണോ ഫൈസി പറയുന്നേ? അതെ. ആ കുഞ്ഞിനെ എനിക്ക് വേണം, ഞാനതിനെ സ്വീകരിക്കും. ആ കുഞ്ഞിനെ വേണമെന്ന് സുധിയോട് ആവശ്യപ്പെടുന്ന നിരഞ്ജന. രാത്രി മഴ തുടരുന്നു. ഉറങ്ങുവാണോ? മോള് വന്നത് ഞാൻ അറിഞ്ഞില്ല. ക്ഷീണമുണ്ടോ? ഇല്ല. അമ്പിളി എവിടെ? ഹാളിലിരുന്ന് പഠിക്കുക. കഴിച്ചില്ലല്ലോ. ആര് കഴിക്കാത്ത കാര്യം രേവതി പറയുന്നത്? ഞാനോ? ഇതെന്താ ആംഗ്യ ഭാഷയോ? നീ എന്തെന്റെ പേര് മറന്നോ? ഞാനിനി അങ്ങനെ വിളിക്കില്ല. അതെന്താ? നീ എന്റെ പേരല്ലേ വിളിച്ചിരുന്നത്? എനിക്കിനി അതിന് പറ്റില്ല. എന്നാ നീ ചേച്ചിന്ന് വിളിക്കടി. നിന്റെ ആ വിളി കേൾക്കാനാ ഞാനും കൊതിക്കുന്നത്. നിന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയില്ലല്ലോ. അമ്പിളി വിളിക്കും പോലെ ഞാനും വിളിച്ചോളാം. എന്നാ മോള് വിളിക്ക്, ഞാൻ കേക്കട്ടെ. ഇഷ്ടത്തോടെ ഒരു വിളി വരുന്നത് മനസ്സിന്ന്. അച്ചുവേച്ചിന്ന് വിളിക്കാൻ നിനക്ക് തോന്നിയ നീ പോലും അറിയാതെ അങ്ങനെ വിളിച്ചു പോവും. വാ, കഴിക്കാൻ പോ. വന്ന് കഴിച്ചിട്ട് പോ പിള്ളേരെ. എന്താ നീ ഇരിക്കുന്നില്ലേ? ഞാൻ വിളമ്പിയിട്ടിരിക്കാം. മതി മോളെ, മതി. കഴിക്ക്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. ഹോ, എന്തൊരു സ്നേഹം. ഇവക്കിതെന്താ പറ്റിയേ? അതാണ് അമ്മേ അർച്ചന മാജിക്. നീ ഒന്ന് പോടി. ഞാനും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. ഞാൻ ഉടനെ ഇവിടുന്ന് പോവല്ലേ. എത്രയൊക്കെ വഴക്കിട്ടാലും ഒരാൾ പോകുമ്പോ ആർക്കാ സങ്കടം തോന്നാത്ത അല്ലേ മോളെ? അതൊന്നുമല്ല. പോലീസിന്റെ കയ്യിൽ നിന്ന് ഇവളെ രക്ഷപ്പെടുത്തിയതിന്റെ കുറ്റബോധമാണ് ഇവക്ക്. ജയിലിൽ പോകേണ്ടതാ ഇവള്. ചെയ്തത് ചെറിയ കുറ്റമാണോ? വൈകിയാണെങ്കിലും പശ്ചാത്താപം തോന്നിയല്ലോ, നന്നായി. അച്ചുവേച്ചി എന്നോട് ചെയ്തതൊന്നും ഞാൻ മറക്കില്ലമ്മേ. എന്താടി നീ വിളിച്ചത്? അച്ചുവേച്ചിയെന്നോ? ഒന്നൂടെ വിളിക്കടി രേവതി, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. എന്താടി, അച്ചുവേച്ചി നിന്റേത് മാത്രമൊന്നുമല്ല. എന്റെ ദൈവമേ, ഇപ്പൊ എന്ത് സന്തോഷ സമാധാനമുണ്ട്. ഇതിനെങ്ങനെ നന്ദി പറയണോന്ന് എനിക്ക് അറിയില്ലേ. എന്നാ ഇരിക്കടി, നീ ഇരുന്നോ. കൊള്ളാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ സുധിക്ക് മനസ്സുണ്ടെങ്കിൽ സുധി നോ പറയില്ല. ഇവിടെ അറിയാം സുധി ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന്. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര ഇവിടെ നിശ്ചയിക്കപ്പെടുകയാണ്. വ്യക്തമായ ഒരു മറുപടി പറയാൻ സുധി ഇതുവരെ തയ്യാറായിട്ടില്ല. സുധിയുടെ തീരുമാനം എന്തു തന്നെയായാലും ഞാൻ പിന്നോട്ടില്ല. നിനക്കതിനെങ്ങനെ കഴിയും? സുധിക്കൊപ്പം ഒരു മുറിയിലെ താമസം ഞാൻ വേണ്ടാന്ന് വെച്ചാ പോരെ?
ഒരു ഹോട്ടൽ മുറി ഒഴിയുന്ന ലാഘവത്തോടെ ഞാൻ ഇറങ്ങിപ്പോരും. നീ എന്താ പറഞ്ഞു വരുന്നത്? നിനക്കിനി അത് മനസ്സിലായില്ലേ? ഞങ്ങളുടെ ബന്ധം എവിടെ അവസാനിച്ചാലും എനിക്കോ ശ്രുതിക്കോ നിരാശയോ സങ്കടമോ ഉണ്ടാവില്ല. ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട സഹയാത്രികർ ഓരോരുത്തരും സ്റ്റേഷൻ എത്തുമ്പോൾ ഇറങ്ങി പോവാറില്ലേ, അതുപോലെ കണ്ടാൽ മതി. അല്ലെങ്കിൽ തന്നെ അതിനപ്പുറം എന്താ ഉള്ളേ? ആ കുഞ്ഞിനെ എനിക്ക് വേണം. ഇപ്പോൾ എന്നെ മുന്നോട്ട് നയിക്കുന്ന വികാരം അത് മാത്രമാ. ഇതുപോലൊരവസരം എനിക്കിനി ഉണ്ടാവില്ല. പ്രസവിച്ച് ഏതാനും ദിവസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ചോരക്കുഞ്ഞിനെയാ എന്റെ കയ്യിൽ കിട്ടാൻ പോന്നെ. ഈ അവസരം വേണ്ടെന്ന് വെച്ചാ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായി പോവും ഞാൻ. സുധിയെ കൂടി നീ ഒപ്പം നിർത്തണമെന്ന് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. എനിക്കതിൽ എതിർപ്പില്ലല്ലോ. എന്ത് വേണമെന്ന് ശ്രുതിക്ക് തീരുമാനിക്കാം. ഇനി ഈ യാത്ര അവസാനിപ്പിക്കാൻ ശ്രുതി തയ്യാറാണെങ്കിൽ എനിക്കും അതിന് സമ്മതമാണ്. ഇത്രയും കാലം ഭാര്യ എന്ന് പറഞ്ഞ് ജീവിച്ചു. ശ്രുതിക്കൊരാപത്ത് വന്നപ്പോൾ കൂടെ നിന്ന് പരിചരിച്ചു. ആ ദിവസങ്ങളിൽ സ്നേഹത്തോടെ ഒരു നോട്ടം, ഒരു തലോടൽ ഞാൻ എത്ര വട്ടം പ്രതീക്ഷിച്ചതാണെന്നോ. പക്ഷെ ശ്രുതിയിൽ നിന്നും അതൊന്നും ഉണ്ടായില്ല. എനിക്ക് നേരെ തുറക്കാൻ ഒരു മനസ്സ് ശ്രുതിക്കില്ലാതെ പോയി. ശ്രുതിയെ ഞാനതിനെ കുറ്റപ്പെടുത്തുകയല്ല. അർച്ചനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ അസൂയപ്പെടാറുണ്ട് സ്നേഹം. ഒരു പെണ്ണിന് ഇത്ര ആഴത്തിൽ ഒരു പുരുഷന്റെ മനസ്സ് എങ്ങനെ കീഴടക്കാൻ കഴിഞ്ഞെന്ന്. ഒരു തവണയെങ്കിലും അർച്ചനയൊന്ന് കാണാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഒരാളെ കാണണമെന്ന് ഞാൻ മോഹിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രുതിയുടെ അർച്ചനയെ തന്നെയാണ്. ഇക്കാര്യത്തിൽ എനിക്ക് അസൂയല്ലാതെ മറ്റെന്താ അല്ലേ? അത് വിട്. കുഞ്ഞിന്റെ കാര്യത്തിൽ സുധിയുടെ അഭിപ്രായം എത്രയും പെട്ടെന്ന് നീ അറിയണം. എനിക്ക് വേണ്ടത് അതൊന്നുമല്ല. ഫൈസി പറഞ്ഞ ആ പെൺകുട്ടിയെ എത്രയും വേഗം ചെന്ന് കാണണം. ഒരു ദിവസം നിനക്ക് പോയി അവളെ കാണാം. പിന്നെ വിശ്വനാഥൻ സാറിന് ഒരു സംശയം ഉണ്ടാവരുത്. അറിഞ്ഞാ ഫൈസയുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടി നഷ്ടപ്പെടും. എനിക്കതറിയാം സ്നേഹേ. നീ വാ, നമുക്ക് പോവാം. അച്ചുവേച്ചി, എന്താ മോളെ? എന്തോ പറയാനാ നീ വന്നേന്ന് മുഖം കണ്ടാലറിയാം. ഒന്നിലും കൂസാത്തവളെന്നാ ഞാൻ എന്നെ പറ്റി കരുതിയത്. പക്ഷെ ഒരാപത്ത് വന്നപ്പോ പേടിച്ചു പോയി. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും പേടിക്കില്ലേ? സജിയുടെ വീട്ടിൽ വെച്ച് അച്ചുവേച്ചി അവരെ വിറപ്പിച്ചത് ഓർക്കുമ്പോ എനിക്കിപ്പോഴും അമ്പരപ്പാ. അവന്റെ ചെകിട്ടത്ത് അടിച്ചിട്ട് പോലും അവൻ അച്ചുവേച്ചിയുടെ കണ്ണിൽ നോക്കാൻ പോലും ധൈര്യം വന്നില്ല. അച്ചുവേച്ചിക്ക് അത്രയും ധൈര്യം എങ്ങനെ ഉണ്ടായി? ഉണ്ടായതല്ല മോളെ, ഉണ്ടായി പോകുന്നതാ. അന്നേരം എന്റെ മനസ്സിൽ എന്റെ അനീതിയുടെ ഭാവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതിരോധിക്കേണ്ടടുത്ത് തളർന്നു പോയ പെണ്ണിന്റെ ജീവിതം അവിടെ തീർന്നു. അപ്പോഴാ നമ്മൾ അറിയാതെ ധൈര്യം ഉണ്ടാവുന്നത്. നിനക്ക് കുറച്ച് സാമർഥ്യം ഉണ്ടെന്നാ ഞാൻ കരുതിയത്. വാചകത്തിലേ ഉള്ളൂന്ന് ഇപ്പം മനസ്സിലായി. ഞാനൊരു സ്വാർത്ഥയായിരുന്നു. എന്റെ കാര്യങ്ങൾക്കപ്പുറം ഞാൻ ഒന്നിനും വില കൽപ്പിച്ചില്ല. ആരുടെ ജീവിതവും എനിക്കൊരു വിഷയമേ അല്ലായിരുന്നു. അമ്മയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്റെ കണ്ണിലും മനസ്സിലും ഇരുട്ടായിരുന്നു. കാര്യമില്ലേ മോളെ? ഈ സ്നേഹം തിരിച്ചറിയാതെ പോയെങ്കിൽ ഭാഗ്യം കെട്ടവളായി പോയേനെ ഞാൻ. നീ എന്നെ വെറുത്താലും ശപിച്ചാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുകയുള്ളൂ. ഇനി അതൊക്കെ നമുക്ക് മറക്കാം. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. 2 തവണയാ അച്ചുവെച്ച് എന്നെ രക്ഷിച്ചത്. സത്യത്തിൽ മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. ഉറക്കം വരാതെ കിടക്കുമ്പോ അച്ചുവെച്ച് ശപിച്ച ഓരോ നിമിഷവും ഞാൻ ഓർത്ത് കരയും. നീ കരയില്ലേ മോളെ? എന്നോട് പൊറുക്കണേ അച്ചുവെച്ചി. നീ എന്നെ കൂടി സങ്കടപ്പെടുത്തല്ലേ. അച്ചുവച്ചിയുടെ മനസ്സ് നിറഞ്ഞു മോളെ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നീ എന്നെ ശപിച്ച് യാത്രയാക്കില്ലല്ലോ അച്ചുവെച്ചി.
ഇതാ വീട്. എങ്ങനെയുണ്ട് രായപ്പച്ചേട്ടാ വീട്? പുറമേ കണ്ടിട്ട് കൊള്ളാടി. വന്നട്ടെ, അകത്ത് കയറി കാണാം. കേറി നോക്കി രായപ്പൻ ചേട്ടാ, അടിപൊളിയല്ലേ? നീ അകത്തൊക്കെ കയറി നോക്കടി. രായപ്പേട്ടാ, നോക്കിങ്ങോട്ട്. സൂപ്പർ അല്ലേ? കൊള്ളാടാ. ആ, എങ്ങനെയുണ്ടടി? നല്ല സൗകര്യമുള്ള വീട്. എങ്കിൽ പിന്നെ നമുക്കങ്ങ് ഉറപ്പിക്കാം. ആ, ഉറപ്പിക്കടാ. അർച്ചന എന്ന രായപ്പേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? വീട്ടു സാധനങ്ങളൊക്കെ എടുപ്പിക്കാനാ. വെറുതെ അങ്ങ് കയറി താമസിക്കാൻ പറ്റത്തില്ലല്ലോ. വരുന്ന ഞായറാഴ്ച കൊണ്ടുവരാം. അതിനു മുൻപ് നീ വേണ്ട തയ്യാറെടുപ്പൊക്കെ ചെയ്തോ? എന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരാനില്ല. ഒരു സ്റ്റൗവും കുറച്ച് പാത്രങ്ങളും വാങ്ങണം, പിന്നെ വീട്ടു സാധനങ്ങളും. അതിനുള്ള കാശ് ഞാൻ ആംബ്രോസിന് കൊടുക്കാം. പിന്നെ പെണ്ണിന് വയറ്റിലുള്ളതാ, നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രം പോരാ. അവളുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്തണ്ട. അതൊക്കെ രായപ്പച്ചൻ എനിക്ക് വിട്. സമയാസമയം നല്ല ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. അതിന്റെ കാശിങ്ങി തന്നാ മതി. കാശൊക്കെ തരാടി. അമ്മയും കുഞ്ഞിനെയും ആരോഗ്യത്തോടെ കിട്ടണം. ആ, അതിനു വേണ്ടിയില്ലേ ഈ പാടൊക്കെ പെടുന്നേ. എന്നാ പിന്നെ നമുക്ക് ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുത്ത് വാടക ചീട്ട് എഴുതാം. കൊടുക്കാം. നീ വാ. എന്താ വൈകി? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പത്തനംതിട്ടയ്ക്കാ പോയത്. ഇവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? എന്നിട്ട് എന്തായി? അവർ എതിർപ്പ് വല്ലതും പറഞ്ഞോ? ഒരു എതിർപ്പും പറഞ്ഞില്ല. വെറുതെ അല്ല, മാസം 10,000 രൂപ ചെലവ് കാശ് കൊടുക്കാന്ന കണ്ടീഷൻ. ഒരു തള്ളയല്ലാതെ വേറെ ആരും ആ വീട്ടിലില്ലടി. നിങ്ങളുടെ ഏത് പരിചയക്കാരന്റെ ബന്ധു എന്നാ പറഞ്ഞേ? അത് പിന്നെ അതൊരു കോട്ടയംകാരനാ. കോട്ടയം കുഞ്ഞച്ചനാണോ ഒച്ച? അല്ലടി മോളെ, ഇതൊരു ലോനപ്പൻ. അവര് ക്രിസ്ത്യാനികളാണോ? ആ, അതിനെന്താ, ഇവളുടെ തന്തയെ ക്രിസ്ത്യാനിയല്ലേ? നിന്നെ അവർ സ്വന്തം മോളെ പോലെ നോക്കും. നിന്നെ കൊണ്ട് ഞായറാഴ്ച ചെല്ലാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് രാവിലെ നമുക്ക് പോകണം. പോവാൻ ചിറ്റപ്പ. അമ്മ അച്ഛന് ചായ കൊണ്ട് കൊടുത്തേ. കാർത്തിയാനിയുടെ വീട്ടിലേക്കല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? അവളൊരു പുതിയ വാടക വീടെടുത്തു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. പെണ്ണിനെ നേരാൻ വേണം നോക്കിയാലേ പറ്റൂ. കൊച്ചിനെയും വേണം, പെണ്ണിനെയും വേണം. അവൾക്കോ ശ്യാമളയ്ക്കോ എന്തെങ്കിലും മണമടിച്ചാൽ നമ്മുടെ പദ്ധതികളൊക്കെ പൊടിയും. പിന്നെ പെണ്ണിനെ കൊണ്ടുവരുത്താൻ വേറെ സ്ഥലമില്ല. ആരും ഒന്നും അറിയില്ലെന്ന് ഞാൻ അച്ഛൻ വിശ്വസിച്ചു. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇനി അച്ചുവെച്ചി വിരലുണ്ടാവുന്ന ദിവസങ്ങളെ ഈ വീട്ടിൽ കാണും. വിഷമിക്കില്ല മോളെ. എനിക്ക് നിങ്ങളെ പിരിയാൻ സങ്കടമില്ലെന്നാണോ? അച്ചുവേച്ചി പോകുന്നതിലല്ല, പിന്നീടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി. ഇതുവരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എത്തിച്ചില്ലേ അമ്പിളി? അച്ചുവേച്ചി കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കരുത്. അച്ചുവേച്ചി നോക്കിക്കോ, അതൊരു ആൺകുഞ്ഞാവും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. നമുക്കിടയിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ ആൺകുഞ്ഞ. നമുക്കവനെ വേണം. ഇപ്പൊ കുറെ കാലം അച്ചുവേച്ചി കാർത്തിയാനയുടെ കൂടെ നിന്നോ. പ്രസവ സമയമാകുമ്പോ അച്ചുവേച്ചിയെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. നിങ്ങൾക്കതിനെങ്ങനെ കഴിയും മോളെ? മനസ്സ് വെച്ചാ അതിന് കഴിയും.
നീ പറയുന്നത് എന്തായാലും ചിറ്റപ്പൻ അത് കേൾക്കും. അതിപ്പോ എനിക്കൊരു ബലമാണ്. എന്നെ പ്രസവത്തിന് പുനലൂരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നീ നിർബന്ധിക്കണം. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചാലും കുഞ്ഞിനെ കൊണ്ടുപോവാൻ SP വരില്ലേ? പിന്നാലെ ആ ചെവളയും വരും. എന്നെ സഹായിക്കാന്ന് അവിടുത്തെ ഡോക്ടർ ഉറപ്പ് വന്നിട്ടുണ്ട്. എങ്കിൽ പ്രസവത്തിന് മുമ്പ് തന്നെ രക്ഷപ്പെടണം. അതാണ് ബുദ്ധി. രക്ഷപ്പെട്ട് ഹിമ ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ മതി. ചേച്ചി പിന്നെ എവിടെയാണെന്ന് ആരും അറിയില്ല. അച്ചുവേച്ചിക്കും നമ്മുടെ കുഞ്ഞിനും ഒരാപത്തും വരില്ല. എന്ത് ഇൻഫർമേഷനാ ഫൈസിക്ക് കിട്ടിയേ? രാജപ്പനും കുടുംബവും ഇപ്പോ കുളത്തൂപ്പുഴ സ്റ്റേഷൻ അതിർത്തിയിലുണ്ട്. അപ്പോൾ അവർ തമിഴ്നാട്ടിലെന്ന് പറയുന്നത് കള്ളമാണെന്ന് കരുതാല്ലേ? ആ അതെ. ഫൈസി ഇതെങ്ങനെ മനസ്സിലാക്കി? ഞാൻ എല്ലാ സ്റ്റേഷനുകളുമായിട്ടും ബന്ധപ്പെട്ട് വരികയായിരുന്നു. ലോറി ഡ്രൈവർ രാജപ്പനെന്ന് കേട്ടപ്പോൾ തന്നെ കുളത്തൂപ്പുഴ സ്റ്റേഷനിലെ SIക്ക് മനസ്സിലായി. വിശ്വനാഥൻ സാറിന്റെ നിരീക്ഷണത്തിലാ ആ കുടുംബം. അപ്പോൾ ആ വീട്ടിൽ അർച്ചനയുണ്ടല്ലേ? അങ്ങനെ നമുക്ക് ഊഹിക്കാം. ഞാൻ വേണമെങ്കിൽ അവിടെ പോയി ഒന്ന് അന്വേഷിക്കാം. ഞാൻ അതിന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. ഫൈസി അത് വിട്ടേക്ക്. ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്നായാലും നിരഞ്ജനയ്ക്ക് അർച്ചന ഒരു ഭീഷണിയല്ലേ? സുധിയെ ഞാൻ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലല്ലേ അതെനിക്കൊരു ഭീഷണിയാവും. സുധിക്ക് ഞാൻ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താലോ? നിരഞ്ജന പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല ഫൈസി. ഞാൻ എന്റെ തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. ആ കുഞ്ഞ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് ആ കുഞ്ഞിന്റെ മുഖമാണ്. ഒരു വിവാഹ ജീവിതത്തിനപ്പുറം ഞാൻ എന്തൊക്കെയോ നേടാൻ പോകുന്നൊരു തോന്നൽ. സത്യോ ഫൈസി, ഇപ്പൊ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ സ്വപ്നമാ. ഇക്കാര്യത്തിൽ സുധി ഒരു മറുപടിയും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് സുധിക്ക് താല്പര്യമില്ലെന്ന്. സുധി എന്ത് തീരുമാനം എടുത്താലും എനിക്കത് പ്രശ്നമല്ല. എന്നെ അത് ബാധിക്കില്ല. ഇക്കാര്യത്തിൽ ഫൈസിയാണ് ഇനി വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫൈസിനെ നിരാശപ്പെടുത്തരുത്. ഞാൻ തകർന്നു പോകും. മോളെന്താ തനിച്ചു വന്നത്? കോടതിയിൽ നിന്ന് വരിക. അച്ഛൻ ഇവിടെ ഇല്ലേ? ഊണൊക്കെ കഴിഞ്ഞ് ഉച്ചമയക്കത്തില്ല. മോള് വാ. മോള് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. ഞാൻ ഊണെടുക്കാം. ഞാൻ കഴിച്ചമ്മേ. പിന്നെ അമ്മേ, ഞാൻ ഒരു തീരുമാനം എടുത്തു. അതൊന്ന് അമ്മയെ അറിയിക്കാനാ ഞാൻ വന്നേ. എന്താ അത്? നീ എന്നെ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഒരു കുഞ്ഞിന്റെ കാര്യം തന്നെ. ഫൈസി വഴി വന്നതാ. ഡെലിവറി കഴിഞ്ഞ പിറ്റേന്ന് തന്നെ കുഞ്ഞിനെ കിട്ടും. ഇതൊക്കെ സുധിയോടും കൂടി ആലോചിച്ചിട്ടാണോ മോളെ? സംസാരിച്ചിട്ടുണ്ട്. വീട്ടുകാരോട് എന്തു പറഞ്ഞിട്ടാ നീ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ പോകുന്നത്? എല്ലാം വെളിച്ചത്ത് വരാൻ സമയമല്ലേ. ഇനി ഈ നാടകം തുടർന്ന എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടും. അതിനേക്കാൾ വലുതല്ലേ മോളെ നിന്റെ ഈ കഴുത്തി കിടക്കുന്ന താലി? ഇതൊരു അലങ്കാരത്തിൽ കവിഞ്ഞ് മറ്റെന്താ. ആ ഒരു വിലയെ ഞാൻ ഇതിന് കൽപ്പിച്ചിട്ടുള്ളൂ. മോളെ, സുധിയുമായി വേർപിരിയേണ്ടി വരും. അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അത് നീ മാത്രം തീരുമാനിച്ച പോരാ. നിന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ട ഞങ്ങൾക്കും ഉണ്ട് ആ കാര്യത്തിലൊരു ഉത്തരവാദിത്വം. വിവാഹം നടത്തുന്ന കാര്യത്തിൽ മാത്രമേ അച്ഛനും അമ്മയ്ക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തോടെ അതെല്ലാം തീർന്നു. ഒരു വിവാഹം നടത്തിയെന്നല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോ സുധി നിന്നെ സ്നേഹിക്കുന്നില്ലേ മോളെ? ഒരു കുഞ്ഞിനെ കിട്ടുന്നായിപ്പോ നീ അവനെ മറക്കുകയാണോ? നന്ദിയോടില്ലേ അത്? ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അമ്മ എന്താ കരുതിയിരിക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിലുള്ള അഭിനയം മാത്രമാ അത്. കഴുത്തിലൊരു താലി കിട്ടിയാലോ ഒരു മുറിയിൽ ഉറങ്ങിയാലോ രണ്ടുപേർ ഭാര്യയും ഭർത്താവും ആവില്ല. സുധി എന്തിനെന്നെ വിവാഹം കഴിച്ചെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. രണ്ട് അന്യ വ്യക്തികളാ ഇപ്പോഴും ഞങ്ങൾ. സുധിക്കൊരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു പരിഭവവും കാണിക്കാതെ
മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നന്നായി അഭിനയിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ അവിടുത്തെ ജീവിതം നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രമുള്ളതാണെന്ന്. ഞാൻ ആ വീട് വിട്ടിറങ്ങിയാലും ആരും ഒന്നും അറിയാനും പോകുന്നില്ല. ഇറങ്ങിപ്പോരാൻ എൻ്റെ ഒരു റീസണുണ്ട്. സുധിയുടെ പൂർവ്വബന്ധം. അതിൽ നമ്മുടെ മാനം മറയ്ക്കാം. ഇക്കാര്യത്തിൽ സുധി മാന്യത കാണിക്കും. കുഞ്ഞിനെ കിട്ടാൻ ഇനിയും മാസങ്ങളുണ്ട്. മോളെ, ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കരുത്. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. മറ്റൊരു പെണ്ണിനെ മനസ്സിൽ ധ്യാനിച്ചു കഴിയുന്ന ഒരാളുടെ കൂടെ ഇനി ജീവിക്കണമെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയുമോ? ഞാൻ പോയിട്ട് തിരിച്ചു വരും. അച്ഛനും അമ്മയ്ക്കും അതൊരു ഷോക്കാവാതിരിക്കാനാ ഞാനിപ്പോ വന്നത്. സത്യമാണോ മോളെ നീ പറയുന്നത്? ചെവിളയ്ക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞത് കള്ളോ? ചേച്ചിയുടെ പ്രസവം കഴിയാൻ വേണ്ടി അച്ഛനും അയാളും കാത്തിരിക്കുക. എന്റെ ദൈവമേ, അയാൾ ഇപ്പോഴും എന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. ഇനി എന്ത് ചെയ്യും മോളെ? ഈ വിവരം അച്ഛൻ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയ്ക്ക് പോലും അറിയില്ല. അന്ന് ചെയ്ത പോലെ അച്ചുവച്ചിക്ക് രക്ഷപ്പെട്ടു പോകാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാനല്ലേ അച്ചുവച്ചി അന്ന് ഇറങ്ങിയത്. അച്ചുവച്ചി അങ്ങോട്ട് തന്നെ പൊയ്ക്കോ, നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പറഞ്ഞു പോവാം. അച്ചുവച്ചിയെ ഞാനവിടെ എത്തിക്കാം. അതിനുള്ള സമയം വൈകിപ്പോയി മോളെ. ഗർഭിണിയാണെന്നും പറഞ്ഞ് എനിക്ക് സുജയുടെ വീട്ടിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല. അന്ന് ഞാൻ അവിടെ എത്തിയാലും ഞാനത് പറയില്ലായിരുന്നു. ഒരു ജോലി കിട്ടുന്നത് വരെ പിടിച്ചു നിൽക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇനി ഈ അവസ്ഥയിൽ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ? ആരെങ്കിലും എന്നെ കൈയേക്കൂ? സുജയ്ക്ക് പോലും എന്നെ കൈയൊഴിയാനേ പറ്റൂ. നിറവയറുമായി ഞാൻ എങ്ങോട്ട് പോവും? ഒരു കാര്യം ഉറപ്പാ, ചെവളരാഘവന്റെ കാര്യം ചിറ്റപ്പൻ എന്നിൽ നിന്ന് മറച്ചു വെച്ച നിലയ്ക്ക് എന്റെ പ്രസവം കഴിയാതെ അയാൾ വരില്ല. പക്ഷെ ഞാൻ കടന്നു കളയെന്നുള്ള ഭയം അവർക്കുണ്ട്. അത് ശരിയാ ചേച്ചി, അച്ഛൻ എന്നോടത് പറഞ്ഞിരുന്നു. ചേച്ചിക്ക് ഒരു സംശയം തോന്നാതെ അയാൾ മാറി നിൽക്കും. കുഞ്ഞിനെ SP-ക്ക് കൈമാറ്റം ചെയ്തിട്ടേ അച്ചുവച്ചിയെ കൊണ്ടുപോവാൻ അച്ഛൻ സമ്മതിക്കും. ചെവളേക്കാൾ അച്ഛൻ പേടിക്കുന്നത് ആ SP-യാ. എന്തായാലും പ്രസവം കഴിയുന്നതുവരെ ഞാൻ സുരക്ഷിതമായി കഴിയും, അല്ലേ മോളെ? പ്രസവം കഴിഞ്ഞാലോ? പിന്നീടല്ലേ പേടിക്കേണ്ടത്? 10 മാസം വരെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കുമെങ്കിൽ പിന്നീട് അതിനെ രക്ഷിക്കാനും എനിക്കറിയാം. ദൈവം എന്നോട് കരുണ കാണിക്കും. അച്ചുവച്ചിക്ക് അതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന് കഴിയും.